സഹനത്തിന്റെ പടവുകളിലൂടെ നടന്നപ്പോഴും വിശ്വാസത്തിൽ ഉറച്ചുനിന്ന ജീവിതമായിരുന്നു അൽഫോൺസാമ്മയുടേത്. ജനിച്ച് 3 മാസമായപ്പോഴേക്കും അമ്മ മരണപ്പെട്ടു. അതോടെ പിന്നെ മാതൃ സഹോദരിയായിരുന്നു അന്നയെ വളർത്തിയത്. ഒരുപാട് വിലയേറിയ വസ്ത്രങ്ങളും കസവ് കവണിയും അലങ്കാര വസ്ത്രങ്ങളും ഒക്കെ വാങ്ങി നൽകി ഒരു സുന്ദരിയായി അണിയിച്ചൊരുക്കിയാണ് പേരമ്മ അന്നമോളെ വളർത്തിയത്. 13 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അന്നക്കുട്ടിക്ക് കല്യാണാലോചനകൾ ഓരോന്നായി വന്നു തുടങ്ങി. നല്ലൊരു കുടുംബത്തിലേക്ക് അന്നക്കുട്ടിയെ സ്വർണ്ണാഭരണ വിഭൂഷിതയായി കെട്ടിച്ചയക്കണമെന്നായിരുന്നു പേരമ്മയുടെ സ്വപ്നം. പക്ഷേ കന്യാസ്ത്രീയാകാൻ മഠത്തിൽ പോകണമെന്നായിരുന്നു അന്നയുടെ ആഗ്രഹം. എന്നാൽ തന്നെ പോറ്റി വളർത്തിയ അമ്മയോട് അത് പറയാൻ ധൈര്യം വരാതെ മനസ്സിൽ വല്ലാണ്ട് വീർപ്പുമുട്ടി. കല്യാണത്തിൽ നിന്ന് ഒഴിവാകാൻ സൗന്ദര്യത്തിൽ ആകർഷകരായി വരുന്നവർ തനിയെ പിന്നാക്കം പോകണം. അങ്ങനെയാണ് അന്ന അന്ന് ചിന്തിച്ചത്. അതിനു വേണ്ടിയിട്ട് വീടിന്റെ സമീപത്ത് കൊയ്ത്തു കഴിഞ്ഞ ഈ കച്ചിയും പതിരുമെല്ലാം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു കുഴിയുടെ അടുത്ത് ചെന്ന് അന്നക്കുട്ടി ഒരു കാല് കത്തുന്ന കച്ചിയിലേക്ക് നീട്ടിവെച്ചു. പക്ഷേ കാല് ഉദ്ദേശിച്ചതിലും കൂടുതൽ തെന്നിത്താണു. കത്തുന്ന കച്ചിയിലേക്ക് അന്നക്കുട്ടിയുടെ അരയോളം ഭാഗം താഴ്ന്നുപോയി. കാല് മുതൽ ശരീരം വെന്തുകയറി. അസഹ്യമായ വേദനയും പൊള്ളലും അനുഭവപ്പെട്ടു. രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ അതിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. ഒടുവിൽ ഒരു വിധമാണ് തീ പടർന്ന കുഴിയിൽ നിന്നും കരകയറിയത്. അപ്പോഴേക്കും കാലിലുണ്ടായിരുന്ന തള ചുട്ടുപഴുത്ത് ഉരുകിപ്പിടിച്ചിരുന്നു. മുടി കത്തിക്കരിഞ്ഞു. വസ്ത്രങ്ങൾ വെന്തെരിഞ്ഞു. പൊള്ളലിന്റെ വേദനയിൽ ഏന്തി ഒരു വിധം തിരികെ മുറിയിലെത്തി. കാല് പൊള്ളിയത് ആരും കാണാതിരിക്കാൻ കാൽപാദം വരെ മൂടുന്ന വസ്ത്രമെടുത്ത് ധരിച്ചു. പതിവില്ലാത്ത സമയത്ത് അന്നക്കുട്ടി വസ്ത്രം മാറുന്നത് കണ്ട് സമീപത്തേക്ക് ചെന്ന പേരമ്മ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. കാൽ വിരലുകൾ അടക്കം വെന്തൊട്ടിച്ചേർന്നിരിക്കുകയാണ്. ഒടുവിൽ 90 ദിവസത്തെ ചികിത്സ. ആ ചികിത്സയ്ക്ക് ശേഷം ഒരു വിധം അന്നക്കുട്ടിയുടെ അസുഖമൊക്കെ, ആ പൊള്ളലൊക്കെ ഒന്ന് ഭേദമായിട്ട് വന്നു. അതോടെ ഒരു ഗുണം ഉണ്ടായി. ഈ നേരത്തെ ഉണ്ടായിരുന്ന വിവാഹാലോചനകളൊക്കെ അങ്ങ് നിലച്ചു. അന്നക്കുട്ടിക്ക് മഠത്തിൽ ചേരാൻ സാഹചര്യവും ഒത്തുകിട്ടി. അവിടെ നിന്നുമാണ് ലോകത്തിന്റെ അമ്മയായി ആ അന്നക്കുട്ടി മാറുന്നത്. തൻ്റെ വിശ്വാസത്തിൽ ഉറച്ച തീരുമാനത്തിലും വേദന നേരിട്ടപ്പോഴും ഒക്കെ പുഞ്ചിരിച്ച മുഖമായിരുന്നു എന്നും അൽഫോൺസാമ്മയ്ക്ക്. ലോകത്തിന് ആ അമ്മ പകരുന്ന വേദനയും പുഞ്ചിരിക്കാനുള്ള ആർജവമാണ്. ഇന്നത്തെ മോർണിംഗ് മോട്ടിവേറ്ററിൽ അൽഫോൺസാമ്മയുടെ വാക്കുകളാണ് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. പുഞ്ചിരി ഒരു തിരിവെട്ടമാണ്. സങ്കടപ്പെടുത്തുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കും പുഞ്ചിരിക്കാം. പരീക്ഷണങ്ങളും പരാജയങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. പക്ഷേ നമ്മുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി നഷ്ടപ്പെടുത്താതിരിക്കാം, അല്ലേ? ഓരോ പുഞ്ചിരിയുടെയും അർത്ഥം ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്കും ഓരോരുത്തരെയും സ്വയം സ്നേഹിക്കാം, ഒപ്പം മറ്റുള്ളവരിലേക്കും സ്നേഹം വിതറാം.